നിലമ്പൂരിൽ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. തീർച്ചയായും സ്വാലിഹിലേക്ക് പോകാം. സ്വാലിഹ് ഏതൊക്കെ പഞ്ചായത്ത്? വഴിക്കടവ് അടക്കമുള്ള പഞ്ചായത്തിലാണ്. 2021 പഞ്ചായത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു പക്ഷേ UDF അനുകൂലമായിരിക്കാം. പക്ഷേ 2021 LDFന് അനുകൂലമായി നിയമസഭയിൽ നിന്നിരുന്ന വഴിക്കടവ് പഞ്ചായത്തിലടക്കം എങ്ങനെയാണ് അവിടുത്തെ പോളിംഗ് ശതമാനങ്ങൾ ഈ ഘട്ടത്തിൽ പോകുമ്പോൾ? അജിംഷാദ്, പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവസാനവട്ട നടപടികൾ, ഈ വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ വഴിക്കടവിലാണുള്ളത്. വഴിക്കടവ്, എടക്കര പഞ്ചായത്തുകളിൽ ഏതാണ്ട് എല്ലായിടത്തും പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. എവിടെയും പോൾ ചെയ്യാൻ ആളുകളോ അല്ലെങ്കിൽ ക്യൂവോ ഒന്നും നിലവിലില്ല. രാഷ്ട്രീയമായി UDFന് ചെറിയ മേൽക്കൈയുള്ള പഞ്ചായത്തുകളാണ് ഇത്. അതേസമയം തന്നെ UDFലെ ചില പ്രശ്നങ്ങൾ, സംഘടനാപരമായ പ്രശ്നങ്ങൾ, കോൺഗ്രസിനകത്തെ സംഘടനാപരമായ പ്രശ്നങ്ങൾ വലിയ തോതിൽ ചർച്ചയായ രണ്ട് പഞ്ചായത്തുകളാണ് ഇത്. PV അൻവറിൻ്റെ സാന്നിധ്യം വഴിക്കടവിൽ അദ്ദേഹത്തിനു കൂടി കോൺഗ്രസ് വോട്ടിന്, നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ച 2021 വഴിക്കടവിലെ വോട്ടിൽ UDF വോട്ടുകളിൽ അൻവറിന് വലിയ സ്വാധീനമുള്ളത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പഞ്ചായത്തുകളിലും അൻവറിൻ്റെ സാന്നിധ്യം UDFന് ഭയപ്പെടേണ്ടി വരും. ആ തരത്തിലുള്ള പോളിംഗ് ശതമാനവും അതല്ലെങ്കിൽ പരമാവധി ആളുകളെയൊക്കെ എത്തിക്കാനുള്ള ഈ ശ്രമങ്ങൾക്കിടയിലൊക്കെ അൻവറും തൻ്റെ വോട്ടുകൾ പോൾ ചെയ്യിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ ബാധിക്കുന്ന, കോൺഗ്രസിന് വലിയ ആശങ്കയുണ്ടാക്കുന്ന രണ്ട് പഞ്ചായത്തുകൾ കൂടിയാണ് വഴിക്കടവും എടക്കരയും ഈ തെരഞ്ഞെടുപ്പിൽ. അജിംഷാദ്. തീർച്ചയായും